കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വീട് ഭാഗികമായി തകർന്നു. ഓട്ടോ ഡ്രൈവറായ കുയൽക്കാട് നൌഷാദിന്റെ വീടാണ് തകർന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ കൂടി ചേരുകയാണ്. നേരത്തെ കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കുക. കുറ്റ്യാടിപ്പുഴയിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചേതനുണ്ട് നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന്. നോക്കാം എന്തൊക്കെയാണ് കോഴിക്കോട്ടെ മഴയുടെ സാഹചര്യമെന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണോ? രാത്രിയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരു വീട് തകർന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് ആ വീടിന്റെ മുൻപിലാണോ ഇപ്പോൾ ചേതൻ നിൽക്കുന്നത്? അതെ, ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. മനു, കോഴിക്കോട് ജില്ല കഴിഞ്ഞ 2 ദിവസത്തെക്കുറിച്ച് സംബന്ധിച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത്ര മഴ ലഭിച്ചില്ല എന്ന കാര്യം നമുക്ക് പറയാം. കഴിഞ്ഞത് ഇടവിട്ട്, അതായത് മഴയുടെ ഇടവേള കൂടിയിട്ടുണ്ട്, ദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ വളരെ വലിയ ആശ്വാസമാണ്. പക്ഷേ എങ്കിൽ കൂടി മഴ അവസാനിക്കുന്നില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കോഴിക്കോട് വെള്ളിപ്പറമ്പിലെ ഒരു വീടിൻ്റെ കാഴ്ചയാണ്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ വീട് ഭാഗികമായി തകർന്നത്. കുയ്യലക്കാട് നൌഷാദിൻ്റെ വീടാണ് ഇത്തരത്തിൽ ഭാഗികമായി തകർന്നത്. ഈ അപകടം നടക്കുമ്പോൾ ഈ സ്ഥലത്ത് ആരും തന്നെ ഇല്ല. ഈ വീട്ടുകാർ ഈ വീടിൻ്റെ മറുവശത്തായിരുന്നു, അതായത് മുറിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അടുക്കള ഭാഗത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ ദുരന്തം ഒഴിവായത്. ഒരു പക്ഷേ പകൽ സമയമായിരുന്നെങ്കിൽ വീട്ടുകാർ സ്വാഭാവികമായും അടുക്കളയിൽ ഉണ്ടാവുമായിരുന്നു. വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായിരുന്നു. അതാ തലനാരിഴക്ക് ഒഴിവായത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ നൌഷാദും ഭാര്യയും മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് ഈ ഭാര്യയും മക്കളെയും സമീപത്തുള്ള ബന്ധുവീട്ടിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിൻ്റെ ഓണറായ ഉടമയായ നൌഷാദ് തന്നെയാണ് കൈരളി ന്യൂസിനോട് ചേരുന്നത്. എപ്പോഴാണ് സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾ ഇത് അറിഞ്ഞത്? ഉറങ്ങായിരുന്നില്ല? നല്ല ഉറക്കമായിരുന്നു. പുലർച്ചെ 3 മണിക്കാണ് സംഭവിച്ചത്. ഉഗ്ര ശബ്ദം ഉണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടിട്ടാണ് ഞാനും വൈഫ് നെറ്റ് ഉണർന്ന് നോക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് ഭാഗങ്ങളിലേക്ക് കൂടി തുറന്ന് പിന്നെയാണ് അറിയുന്നത് ഇത് നമ്മളെ കിച്ചണിൻ്റെ ഭാഗം പോയി നോക്കുമ്പോഴാണ് നമ്മളെ ബാത്റൂമും കിച്ചണും വർക്ക് ഏരിയ ഒന്നായിട്ട് മറ്റൊരാളുടെ പറമ്പിലേക്ക് വീണതായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ വീടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉഗ്രശബ്ദത്തോടു കൂടി വീഴുന്നത്. ഇപ്പോൾ കെട്ടെല്ലാം പോയിട്ടുണ്ട്. ഇപ്പം ആരൊക്കെ താമസം? ഭാര്യയും മക്കളും? ഞാനും ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. പകൽ സമയമാണ് വലിയൊരു ദുരന്തം. പകൽ സമയമാണെങ്കിൽ നമ്മളെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു, പെടുമായിരുന്നു, മണ്ണിൻ്റെ അടിയിലായി വരുന്നു. ഭാഗ്യത്തിന് ആ സമയം ഉറങ്ങുന്ന സമയം അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ റൂമിലായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഉടനെ തന്നെ നിങ്ങൾ ഇറങ്ങി ഓടി? ശബ്ദം കേട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് ഓടേണ്ടേ അറിയില്ല. അപ്പോൾ സിറ്റ് ഔട്ട് തുറന്ന് പുറത്തേക്ക് ഓടിയപ്പോൾ പിന്നെയാണ് നമ്മൾ വന്ന് നോക്കുന്നത്. ശബ്ദം കേട്ട ഭാഗങ്ങളിൽ പോയി നോക്കുമ്പോഴാണ് എൻ്റെ ബാത്റൂമും വർക്ക് ഏരിയയും കിച്ചണും ഒക്കെ മറ്റൊരാളുടെ പറമ്പിലേക്ക് വീണ് കിടക്കുന്നത് കാണുന്നത്. അപകട ഭീഷണിയുള്ള സ്ഥലം, അങ്ങനെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമല്ല. അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഒക്കെ നല്ല സേഫ്റ്റിയിലൊക്കെ കെട്ടി എടുത്തിട്ട് 4 വർഷമായിട്ടുള്ളൂ. വീടും ഈ മതിലൊക്കെ കൂടുതൽ പഴക്കവും കാര്യമൊന്നുമില്ല. പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾ വന്നോ? പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ട്. മൊയ്തീൻ കോയ എന്ന് പറഞ്ഞാൽ പെരുവേൽ പഞ്ചായത്തിൻ്റെ മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റുള്ള ഇതൊക്കെ ചെയ്യായിരിക്കും പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയുടെ നഷ്ടം? ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ എന്തായാലും വരും ചുറ്റും കെട്ടിയെടുക്കാൻ. സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത്? ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കിച്ചണും വർക്ക് ഏരിയയുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് മണ്ണിൻ്റെ അടിയിലാണ്. മക്കളെയും ഭാര്യയും തിരിച്ചിട്ട് വലിയൊരു ഭാഗ്യം. നമ്മളെ മക്കളും ഭാര്യയും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാൽ കൊണ്ട് ഭാഗ്യം. തീർച്ചയായും മനു, അത് തന്നെയാണ് പറയുന്നത്. വലിയൊരു ദുരന്തം തലനാരിഴക്ക് ഒഴിവായി പോയതിൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയായിരിക്കും. ഒരുപാട് സാധനങ്ങൾ, ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള അപകടകരമായ സാധനങ്ങളുണ്ട്. കക്കൂസ് തകർന്നു വീണ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം തന്നെ വീടിന് ഗൃഹോപകരണങ്ങൾ അടക്കമുള്ള പാത്രങ്ങൾ, മറ്റു കാര്യങ്ങൾ, അടുക്കളയിൽ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ തകർന്നു വീണിട്ടുണ്ട്. മേലെയുള്ള ഒരു ഷീറ്റും തകർന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് മനു, ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു 7 മണിയോടുകൂടി വീണ്ടും മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടം, ഏകദേശം ഈ ഗൃഹനാഥൻ പറയുന്നതനുസരിച്ച് 5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മഴ ഏതായാലും അവസാനിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴയുടെ ഇടവേള അത് കൂടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ 2 കാര്യം, കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ടല്ലോ. കുറ്റ്യാടിപ്പുഴയുടെ തീരത്തെ സാഹചര്യം എന്താണ്? ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടോ? അവിടെയുള്ള മനുഷ്യരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ?
നിലവിൽ അത്തരം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 8:40 ഈ കക്കയം ഡാമിൻ്റെ ഷട്ടർ തുറന്നത്. പ്രധാനമായും ഈ കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കാണ് ജാഗ്രതാ നിർദ്ദേശം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം മനു എടുത്തു പറയേണ്ടത്, ഈ പൂനൂർ പുഴയുടെ ജലനിരപ്പ് ഉയരുന്ന കാഴ്ച അതും വലിയ രീതിയിൽ ആശങ്കയായി ഉയർത്തുന്നുണ്ട്. ഇവിടെ തീരപ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ വലിയ ജാഗ്രത പുലർത്തണം. പുഴയിലേക്കൊന്നും ആരും തന്നെ ഇറങ്ങരുത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കണ്ടതുപോലെ തന്നെ നമുക്കറിയാലോ, ഈ തേങ്ങയൊക്കെ ശേഖരിക്കാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങി അപകടം ക്ഷണിച്ചു വരുന്ന ഒരു കാഴ്ച. അത്തരം ഈ ശീലങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഒരുക്കിയിട്ടുണ്ട്. വിവിധയിടത്ത് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടത്ത് 13-ലേറെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 250-ലേറെ പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. ഏതായാലും മനു, കഴിഞ്ഞ 2 ദിവസത്തെ സംബന്ധിച്ച് അത്ര മഴ ഇന്നില്ല എന്ന കാര്യമാണ് പങ്കുവെക്കാനുള്ളത്. ചേതനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരു വീട് തകർന്ന് നമ്മൾ കണ്ടു വെള്ളിപറമ്പിൽ. ഏതായാലും തലനാരിടയ്ക്ക് വലിയ അപകടം ഒഴിവായി. വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. ആ വീട്ടിലെ അമ്മയും മക്കളും ഒന്നും ആ സമയത്ത് അടുക്കളയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി എന്നതാണ് ആശ്വാസം നൽകുന്ന കാര്യം. പക്ഷേ അവർക്കുണ്ടായ നാശനഷ്ടം അത് ചെറുതല്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആ വീടിന്റെ പുറകുവശം മുഴുവൻ മണ്ണെല്ലാം ഇടിഞ്ഞ് അപ്പാടെ തകർന്നു പോയിരിക്കുകയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ഈ കാലം നമ്മളെ.